ഞാന് വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൗ വാസ് യുവർ എഫ്എം എക്സാം എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോ കുറെ പേര് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കായിരുന്നു. സാറിന് എങ്ങനെയുണ്ട് എഫ്എം എക്സാം എന്ന്. അപ്പൊ ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാന്ന് കരുതി. ഒബ്വിയസ്ലി ഞാനത് ഡിസ്കസ് ചെയ്യത്തില്ല ആൻസേഴ്സ് ഒന്നും. അതിന്റെ ആവശ്യമില്ല. ബട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അപ്രോച്ചിലേക്ക് ഞാൻ പറയണതാണ്. 100% ലൈക്ക് ഇപ്പൊ ശരിയായിക്കൊള്ളുന്നില്ല. എന്റെ അസംപ്ഷൻ ബേസ്ഡ് ആണ് ആൻസേഴ്സ് ഞാൻ പറയണത്. ലൈക്ക് ആൻസർ പറയല്ല. അതിനൊരു അനാലിസിസ്. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു റഫ് ആയിട്ട് നോക്കിയുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയണത്. ലൈക്ക് എഫ്എം പേപ്പറിലേക്ക് ഭയങ്കര ടഫ് എന്നാ ഭയങ്കര എളുപ്പമൊന്നും ഞാൻ പറയണില്ല. പാസ്സാവാനുള്ളത് ലൈക്ക് ഉണ്ട് കുറച്ചൊക്കെ. ആഹ് പിന്നെ എസ്എം കൂടി ഉണ്ടല്ലോ. ഒബ്വിയസ്ലി പാസ്സാവാനുള്ളത് ഉണ്ട്. പിന്നെ ഭയങ്കര എളുപ്പമൊന്നുമല്ല. ലൈക്ക് ചില സ്റ്റുഡൻസ് പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി തന്നെയാണ്. പിന്നെ നമ്മള് ലൈക്ക് നമ്മുടെ റിവിഷൻ പ്രാക്ടിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതില് ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിറ്റോ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പൊ അതൊന്ന് ജസ്റ്റ് കാണിക്കണം തോന്നി. ബാക്കിയുള്ളതൊക്കെ ഡിറ്റോ അങ്ങനെ വന്നിട്ടില്ല. ബട്ട് ഇങ്ങനെ ഒരു മിക്സ്ഡ് പോലെയാണ്. ലൈക്ക് സ്റ്റഡി മെറ്റീരിയലിലെ പല പല ക്വസ്റ്റ്യൻസുള്ള കണ്ടൻസുകൾ മിക്സ്ഡ് ആക്കിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ലൈക്ക് പിന്നെ ഇനിയിപ്പോ ഞാന് ഇനിയിപ്പോ ഭയങ്കര ടഫ് അല്ല ഇനിയിപ്പോ ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് ചിലർക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡോണ്ട് ഗെറ്റ് റോങ്. കാരണം ഇതെന്റെ ലൈക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിക്കണതല്ല റിസൾട്ട് വരുമ്പോ മാർക്കായിട്ട് വരാ. ഞാൻ ഒരു പേപ്പറിൽ ഞാൻ എന്റെ പല വീഡിയോസിൽ എഴുതിയിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ തോക്കും. എന്നുവെച്ചാൽ ഞാൻ എഴുതിയതിന്റെ മാർക്ക് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തോക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി ഞാനതില് പാസ്സായിണ്ടായിരുന്നു. അതെന്തുകൊണ്ടാ എനിക്കിപ്പോ തോന്നണന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ തോക്കുമെന്ന് വിചാരിച്ച പേപ്പറില് വിട്ടുകൊടുക്കാതെ നെക്സ്റ്റ് പേപ്പറിനും തുടക്കത്തില് ഇണ്ടായ കൺസിസ്റ്റൻസി വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് നെക്സ്റ്റ് പേപ്പറിനും എഴുതി. ലൈക്ക് തളരാതെ. അതാണ് എന്നെ ഇതിലേക്ക് ലൈക്ക് ചിലപ്പോ ഇൻ കേസ് വല്ല ബോൺസ് കിട്ടിയിട്ടുണ്ടെങ്കില് മാത്രമല്ല എനിക്ക് വേറെ ഏതൊരു പേപ്പറിൽ എക്സംഷൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഞാൻ തെറ്റ് വിചാരിച്ച ആൻസർ ചിലപ്പോ ശരിയായിട്ടുണ്ടായേക്കാം. ഹൂ നോസ്? ഞാൻ പറയണത് നിങ്ങള് പറയുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്നത് ആയിരിക്കണമെന്നില്ല. എന്തായാലും നിങ്ങളുടെ റിസൾട്ട് ഭാവിയില് ദൈവം വാട്ടെവർ തരാൻ പോകുന്നത്. ബട്ട് അത് ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങള് തളരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇൻ കേസ് എഫ്എം ലൈക്ക് ഇനി ചിലർക്ക് ബാഡ് ആയെങ്കിൽ പോലും അതില് തളരാതെ ഓഡിറ്റിങ്ങിനും തുടക്കത്തിലുണ്ടായ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ഓഡിറ്റിങ്ങും നിങ്ങളുടെ മാക്സിമം കൊടുത്ത് എഴുതുക. ഇത് കഴിഞ്ഞു. ഇനി ഇതിനെ പറ്റിയിട്ട് ആലോചിക്കണ്ട. ഞാൻ ആ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറേ സ്റ്റുഡൻറ്സ് ചോദിച്ചോണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ. ഭയങ്കര ടഫ് അല്ല. ഭയങ്കര എളുപ്പമല്ല. ലൈക്ക് ഒരു ഇച്ചിരി അബോവ് ആവറേജ് ടഫ് പോലത്തെ ഒരു പേപ്പറായിട്ട് തോന്നി. ഇച്ചിരി ലെങ്തി ആണ്. നമുക്ക് പിന്നെ ഈ എക്സാം സമയത്ത് ഇപ്പൊ ഞാനിപ്പോ ഇരുന്ന് വായിക്കണ ലാഘവത്തിലല്ല നിങ്ങൾ എക്സാം സമയത്ത് ഇരുന്ന് വായിക്കുക. അപ്പൊ ഒബ്വിയസ്ലി അത് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിരിക്കും. അപ്പോ ഇതിനെപ്പറ്റി ഇനി ബോതേർഡ് ആവണ്ട. ലൈക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഓഡിറ്റിംഗ് ഇഷ്ടംമാതിരി സമയം ലൈക്ക് ടൈം ഉണ്ട്. നമുക്ക് നോർമലി എല്ലാ അറ്റംപ്റ്റും കിട്ടണ വെച്ച് നോക്കുമ്പോ. അപ്പൊ അതിന് ഇനി ഫോക്കസ് ചെയ്തിട്ട് നോക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. കഴിഞ്ഞത് നിങ്ങൾ വിചാരിക്കണം തന്നെ ആവണമെന്നില്ല എന്തായാലും റിസൾട്ട്. അപ്പൊ പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തളരാതെ എന്ത് ചെയ്യുക നെക്സ്റ്റ് എക്സാം വരെ വർക്ക് ചെയ്യുക. അത് പറയാനാണ് മെയിൻലി ഞാൻ വീഡിയോ ചെയ്തത്. വാട്ടെവർ ദ ലൈക്ക് ഇന്റൻഷൻ യു ആർ ഹാവിങ് നൗ ലൈക്ക് ടഫ് ആവും എന്തായിക്കോട്ടെ അതെല്ലാം റിയാലിറ്റി ഉണ്ടാവാ ചിലപ്പോൾ. അപ്പൊ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ വിചാരിച്ചതല്ല ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ തുടക്കത്തിലിട്ട വർക്ക് ഓഡിറ്റിംഗ് എക്സാം കഴിയണ വരെ കണ്ടിന്യൂസ് ചെയ്യണം. ഇതിന് ആൻസർ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അതൊന്നും നോക്കണ്ട ആവശ്യമില്ല. ചത്ത കുഞ്ഞിന് ജാഗ്രതയൊക്കെ എഴുതണ്ടല്ലോ. ഓക്കെ. അത്ര തന്നെ ഉള്ളോ? ഓക്കെ. ഓക്കെ ശരി.